നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലി പരസ്യമാകുന്നു. വി ഡി സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയുമുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് കെ സുധാകരനും മുഖ്യമന്ത്രി കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അഭിപ്രായമാകാമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയിൽ സമുദായ നേതൃത്വവും കക്ഷി ചേരുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന സതീശന്റെ പ്രതികരണം വന്നിട്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ശക്തമായി വിമർശിച്ച നേതാവാണ് വി ഡി സതീശൻ. എന്നാൽ പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്ന സമവായത്തിന്റെ ശൈലി സ്വീകരിച്ചിരിക്കുന്ന സതീശൻ സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ തണുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായി സാമുദായിക പിന്തുണ ഉറപ്പിച്ചാണ് 2026 മത്സരത്തിനുള്ള രമേശിന്റെ തയ്യാറെടുപ്പ്. വെള്ളാപ്പള്ളിയെ തള്ളാതെയുള്ള രമേശിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അയോഗ്യതയുള്ള ആളല്ല ചെന്നിത്തല എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷനും അധികാര വടംവലിയിൽ കക്ഷി ചേർന്നു. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിഞ്ഞാണ് അദ്ദേഹം. അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നതിനായി പ്രയത്നിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പോരടിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വയനാട്ടിലെ UDF വിജയത്തിന് പിന്നിൽ മുസ്ലിം വർഗീയ ചേരിയെന്ന CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനുള്ള പരാമർശം എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ക്രൂരമായ പരാമർശമെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന A വിജയരാഘവന്റെ പ്രസ്താവനയാണ് വീണ്ടും വിവാദത്തിലായത്. വിജയരാഘവനെ CPM തള്ളിപ്പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPM ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുന്നുവെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. പരാമർശത്തിൽ CPM ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്ന് KC വേണുഗോപാൽ. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയരാഘവനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരുത്തുന്നില്ലെന്ന K സുധാകരൻ. മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ BJPയുടെയും CPMന്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് പ്രസ്താവനകളിലൂടെ UDF ആവർത്തിക്കുന്നത്. ഇതിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടറിയെ പരിഹസിച്ചും ആഭ്യന്തര വകുപ്പിനെ കണക്കറ്റ് വിമർശിച്ചും പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം എന്നാണ് വനിതാ അംഗത്തിന്റെ പരിഹാസം. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം. വിശദാംശങ്ങളുമായി R ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെ വിമർശനങ്ങൾ പാർട്ടി സമ്മേളനത്തിൽ? ഉന്മേഷ്, ഇന്നലെ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിയായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നതെങ്കിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ സാക്ഷിയാക്കി അദ്ദേഹത്തെ തന്നെ പരിഹസിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ അരങ്ങേറുന്നത്. CPM ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായും വിമർശനം ഉയർന്നത് ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റിയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക്, സാധാരണ ആളുകൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ വനിതാ പ്രതിനിധി CPM സംസ്ഥാന സെക്രട്ടറി MV
വി ഗോവിന്ദനെ പരിഹസിക്കുകയുമുണ്ടായി. എം വി ഗോവിന്ദൻ്റെ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം ശരിക്കും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നായിരുന്നു വനിതാ പ്രതിനിധിയുടെ പരിഹാസം. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല, സാധാരണ ആളുകൾ ചെന്നാൽ നീതി ലഭിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ്സുകാർക്കും SDPIക്കാർക്കും BJPക്കാർക്കും വലിയ പരിഗണന സ്റ്റേഷനുകളിൽ ലഭിക്കുന്നു. സെക്രട്ടറിയുടെ പ്രസംഗത്തിൻ്റെ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം സംബന്ധിച്ച പ്രസംഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് സ്റ്റേഷനുകൾ ചെല്ലുമ്പോഴാണ്. ഈ പ്രസംഗം നേതാക്കളുടെ പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കാണുന്നതെന്നും വിമർശനം ഉയർന്നു. പാർട്ടിയിലെ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ചും ശക്തമായ വിമർശനം ഉയർന്നു. പാർട്ടിയുടെ സംഘടനാ ഭാരവാഹിത്വത്തിൽ പാർട്ടി വനിതകളെ കാര്യമായി പരിഗണിക്കുന്നില്ല. എന്നാൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയതിൻ്റെ കണക്കൊക്കെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് സന്തോഷകരമാണ്. എന്നാൽ അധികാര പദവിയിലേക്ക്, പാർട്ടിയുടെ സംഘടനാ പദവിയിലേക്ക് എത്ര വനിതകളെ നിയോഗിച്ചു? അങ്ങനെ ഒരു കൃത്യമായ സർക്കുലർ ഇറക്കാൻ പാർട്ടി നേതൃത്വത്തിന് ആർജവമുണ്ടോ എന്ന ചോദ്യവും CPM ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു. ഇന്നലെ സ്പീക്കർ AN ഷംസീറിനെതിരെ വിമർശനം ഉയർന്നു. ശരി, R ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് CPM സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. വള്ളം മറിഞ്ഞ ഒരു മരണം. കൊല്ലത്ത് കുടിവെള്ളം എടുക്കാൻ വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളി വള്ളം മറിഞ്ഞു മരിച്ചു. ചവറ പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മറുകരയിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. 9 തുരുത്തുകളിലായി 500 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. അമ്മയോട്ട് പോയപ്പോൾ ഞങ്ങൾ കായലിൽ പോയി വലയും വെച്ചിട്ട് വന്നായിരുന്നു. ആ മീനും വള്ളത്തിലുണ്ടായിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തോട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. തിരിച്ചു വന്നേ വള്ളം കമ്മന്ത് ബോട്ടിൽ വട്ടം വേണം. അറിയാമായിരുന്നില്ലേ അമ്മയ്ക്ക്? ഇല്ലായിരുന്നുണ്ടായിരുന്നു. വെള്ളം കമ്മന്നു അമ്മ ബോട്ടിനടിയിലോട്ട് പോയി, പിടിക്കാൻ പറ്റിയില്ല. എനിക്കും വെള്ളമില്ലാതെ ഞാൻ വെള്ളം എടുക്കാനായിട്ട് അവള് വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്കും വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞതാ. അന്നേരം ഇത് സംഭവിച്ചത്. ജനവാസമുള്ള 9ഓളം തുരുത്തുകളുണ്ട്. അവർ മെയിനായിട്ട് ആശ്രയിക്കുന്ന ഏക മാർഗം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രമാണ്. പൈപ്പ് കണക്ഷനിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. അവിടെ ബോർവെൽ താക്കാനോ കിണർ താക്കാനോ അങ്ങനെയുള്ളൊരു സാങ്കേതിക പ്രശ്നമില്ല. 10 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടാറുണ്ട്. ഇപ്പോൾ 2-3 കൊല്ലം ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾക്ക് ദുരിതമായിട്ടിരിക്കുക. ഡെയിലി വെള്ളമില്ലാതെ പൊട്ടി വെള്ളം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം കിട്ടുന്നില്ല. ഈ തുരുത്ത് വിശ്വാസികൾ വെള്ളം ഇല്ലാതെ മരിച്ചു പോത്തുള്ളൂ. അരുൺ രാജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അരുൺ, ദാരുണമായ ഒരു സംഭവമാണ്. ഈ തുരുത്തിൽ കുടിവെള്ളമില്ലാതായിട്ട് എത്ര കാലമായി അരുൺ? ഉന്മേഷ കഴിഞ്ഞ 8 ദിവസമായി ഈ തുരുത്ത്, അത് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നുള്ള ജലവിതരണ പദ്ധതി പൂർണ്ണമായും നിലച്ചിട്ട് ഈ കൊല്ലം നഗരത്തിലും അതുപോലെ തന്നെ ഈ 9ഓളം തുരുത്തുകളിലും കുടിവെള്ളം ഇതിനോടകം തന്നെ നിലച്ചതാണ്. നിരവധിയായ തവണ ഇത് പരാതിയായി മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ താൽക്കാലിക സംവിധാനം മാത്രമാണ് ഈ തുരുത്തുവാസികൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. ഇതിനിടയിലാണ് തുരുത്ത് നിവാസികൾ സ്വന്തം നിലയ്ക്ക് സമീപത്തുള്ള ഈസ്റ്റ് പ്ലാന്റിലടക്കം പോയി വെള്ളം ശേഖരിക്കുന്ന സ്ഥിതി അടക്കം ഉണ്ടായത്. ഇതിനിടയിൽ ഇന്ന് രാവിലെ ഈ സന്ധ്യ സെബാസ്റ്റ്യനും മകനും കൂടി തുരുത്തിലെത്തി തുരുത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി വെള്ളം ശേഖരിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ വള്ളം വേലിയിറക്ക സമയമായിരുന്നു. ഈ വള്ളത്തിൽ വലയും അതുപോലെ തന്നെ ഈ കുടിവെള്ളവും അടക്കം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ സന്ധ്യയ്ക്ക് നീന്തലടക്കം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അപകടത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനമടക്കം ശ്രമിച്ചു. പക്ഷേ ഇത് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിനുശേഷം ഈ മൃതദേഹം ഈ മുക്കാടുള്ള പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദാരുണമായ അന്ത്യത്തിന് ഞെട്ടലിലാണ് തുരുത്ത് നിവാസികൾ. കഴിഞ്ഞ 8ഓളം ദിവസമായി ഈ പ്രദേശത്തെ പ്രശ്നം അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല എന്ന പ്രതിഷേധവും ഈ തുരുത്ത് നിവാസികൾക്കുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകും. ശാശ്വതമായ പരിഹാരത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സ്ഥലം MLA സുജിത് വിജയമുള്ള അല്പസമയം മുമ്പ് ഈ സ്ഥലത്തെത്തിയപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തുരുത്ത് നിവാസികളുടെ നിലവിലുള്ള തീരുമാനം. ഉന്മേഷ്. ശരി അരുൺ. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാർ ആരോപണ വിമുക്തൻ. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 ആഴ്ചക്കകം വിജിലൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവങ്കോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ 4 ആരോപണങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടന്നത്. ADGP കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത് SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്താണെന്നും വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്തുവിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു.
കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു എന്ന ആരോപണവും വിജിലൻസ് തള്ളി. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ആരോപണവും തെളിയിക്കാനായില്ല. സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും MR അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്നുവെന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ DGPക്ക് കൈമാറും. വിജിലൻസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് PV അൻവർ MLA. ഇതൊരു നെക്സസ് ആണ്. ഈ ഒരു നെറ്റോറിയസ് ക്രിമിനൽ സംഘമുണ്ട്. അപ്പൊ സ്വാഭാവികമായും അജിത് കുമാറിന്റെ അന്വേഷണം അങ്ങനെയല്ലേ വരുള്ളൂ. വിജിലൻസ് റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. അദ്ദേഹത്തെ എന്താ ചെയ്തത്? 10ാം ക്ലാസ് A ഡിവിഷനിൽ നിന്ന് C ഡിവിഷനിലേക്ക് മാറ്റി. ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല. എന്നിട്ട് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അജിത് കുമാറിനെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ്. 24 തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കെതിരെയും നിലപാട് കടുപ്പിച്ചു കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്തെത്തി. സാബുവിനോടുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട്. CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന 3 പേർക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് സാബു തോമസിന്റെ കുടുംബം. 1.5 വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി. ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്ട്രോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. ആരോപണ വിധേയരാണെങ്കിലും ജീവനക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവില്ല. സജീമ ഒറ്റ കാണാൻ പറ്റുന്നുള്ളൂ. സജീവ സഹോദരാണ് തട്ടിക്കിടക്ക് ചുമ്മാ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാഹുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അതെ അതെ അതെ. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിംഗ് വന്നു. സമയം കണക്കൂട്ടിയാണ്, ഞാൻ കണക്കൂട്ടിയുള്ളൂ. വൈകിയാണെങ്കിലും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കൃത്യത കൂടി പരിശോധിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. PV അൻവർ MLA സാബുവിന്റെ വീട് സന്ദർശിച്ചു. ഫോറൻസിക് പരിശോധനയ്ക്കായി സാബുവിന്റെ ഫോൺ കുടുംബം പോലീസിന് കൈമാറി. 24 ഇടുക്കി. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെന്ന ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. നിലവിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല. തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും ഇടുക്കി SP അറിയിച്ചു. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ ഒരു 2 CAമാർ ഉൾപ്പെടുന്ന 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ കേസിലേക്ക് നടത്തുന്നതാണ്. അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നതാണ്. എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ബന്ധപ്പെട്ട എല്ലാ സാക്ഷികളും കണ്ടു ചോദിച്ച് മൊഴി രേഖപ്പെടുത്തി വരികയാണ്. അന്വേഷണം കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക മടക്കി കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പനയിൽ സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകാനാകാത്ത 164 സഹകരണ സംഘങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് മന്ത്രി VN വാസവൻ തന്നെ വ്യക്തമാക്കുന്നത്. തുക ലഭിക്കാതെയുള്ള ആത്മഹത്യകളും സംസ്ഥാനത്ത് കുറവല്ല. മുതൽ 2022 വരെ തട്ടിപ്പും തിരിമറി നടന്നിട്ടുള്ള 399 സഹകരണ ബാങ്കുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ പക്കലുള്ള കണക്ക്. തൃശൂരിൽ 66 സഹകരണ സംഘങ്ങളും മലപ്പുറത്ത് 55ഉം തിരുവനന്തപുരത്ത് 49ഉം സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പുകൾ നടന്നു. മന്ത്രി VN വാസവൻ 2022 നിയമസഭയിൽ പറഞ്ഞ കണക്കാണിത്. രജിസ്ട്രാർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തിയ അന്വേഷണത്തിൽ 272 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇതിൽ 202 സഹകരണ സംഘങ്ങൾ UDFന്റെ നിയന്ത്രണത്തിലും 63 സഹകരണ സംഘങ്ങൾ LDFന്റെ നിയന്ത്രണത്തിലും 7 BJPയുടെ നിയന്ത്രണത്തിലുമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ
രാജ്യത്തെ സഹകരണ സംഘങ്ങളിൽ 3313 കോടി രൂപയുടെ 2131 തട്ടിപ്പുകൾ നടന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ. 100 കോടിയിലധികം തട്ടിപ്പ് നടന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലും തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്കിലും. ഇതിനു പുറമെ 12 സഹകരണ സംഘങ്ങളിലും സമാന ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളാണിത്. റിസർച്ച് ഡെസ്ക് 24. 24 ക്യാമ്പയിൻ വേണം വേഗം പുനരധിവാസം. അപാകതകൾ നിറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി പ്രതിഷേധം തുടരുന്നു. ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയുടെ ഫലമാണ് പട്ടിക എന്ന വിമർശനമാണ് ദുരന്തബാധിതർക്കുള്ളത്. കുട്ടികൾ പോലും ഇതിലും വൃത്തിയായി പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരിഹാസം. മുണ്ടക്കയും ചൂരൽമലയും കണ്ട വലിയ ദുരന്തത്തെക്കാൾ വലിയ ജീവൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യർ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ അതിലും വലിയ ഒരു ദുരന്തമാകും. അത്രത്തോളം ദയനീയാവസ്ഥയിൽ കഴിയുന്ന പാവങ്ങളെ നമ്മൾ ഇവിടെ പിന്നെയും കാണുകയാണ്. ഓരോരുത്തരും നമ്മളോട് സങ്കടം പറയുകയാണ്. 388 പേരുടെ പ്രാഥമിക പട്ടികയാണ് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടമായി സർക്കാർ പുറത്തുവിട്ടത്. മാനന്തവാടി സബ് കളക്ടർ തയ്യാറാക്കിയ പട്ടികയിലാകട്ടെ സർവത്ര കുഴപ്പങ്ങൾ. 70-ലേറെ ഇരട്ടിപ്പുകൾ, പട്ടികയിൽ ഇടം പിടിച്ച അനർഹർ, യോഗ്യതയുണ്ടായിട്ടും തഴയപ്പെട്ടവർ. പുനരധിവാസത്തിന്റെ ആദ്യ നടപടിയിൽ തന്നെ കല്ലുകടി. വേഗം വേണം പുനരധിവാസമെന്ന 24 ക്യാമ്പയിനോട് ദുരന്തബാധിതരുടെ പ്രതികരണം ഈ വിധം. 300 രൂപ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട് 6000 രൂപ. പിന്നെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ മാത്രമേ കയറിയിട്ടുള്ളൂ. വൈഫിന്റെ വലത്തെ കൈ നഷ്ടപ്പെട്ടാണ്. നമുക്കൊരു വീടാണ് ആഗ്രഹം, പിന്നെ അതിൻ്റെ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പട്ടികയെ വിമർശിച്ചത് ഈ വിധം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ്, പണം കൊടുക്കില്ല എന്നുള്ളത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മയാണ്. 4.5 മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും 100 പേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ്. പാകപ്പിഴ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24 ക്യാമ്പയിനോട് പ്രതികരിച്ചു. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഇരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. 2019 പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസ അനുഭവവും 24 ക്യാമ്പയിൻ വരച്ചുകാട്ടി. ഇത്രമാത്രം ഒരു ദൈന്യത ഇവിടെയുണ്ട്. കാരണം 2 കുടുംബങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം. ആ 2 കുടുംബങ്ങൾ ഇവിടെ മഴക്കാലത്തൊക്കെ ഭീതിയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം. അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. 24 വയനാട്. ജീവിതം തിരികെ പിടിക്കാനുള്ള ദുരന്തബാധിതരുടെ നെട്ടോട്ടം തുടരുമ്പോഴാണ് പിശകുകൾ നിറഞ്ഞ കരടു പട്ടിക പുറത്തായത്. കൈത്താങ്ങ് നൽകേണ്ട സംവിധാനം ഗൗരവമില്ലാതെ പെരുമാറിയതിന്റെ നിരാശയാണ് ദുരന്തബാധിതർക്കുള്ളത്. പുനരധിവാസത്തിനുള്ള കരടു പട്ടിക വിവാദമായ സാഹചര്യത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ചേരും. വിവരങ്ങളുമായി വയനാട്ടിലെ പുത്തുമലയിൽ നിന്നിപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മിയും അവിടെ സഞ്ചരിക്കുമ്പോൾ ആ ആശങ്ക പറയുന്നുണ്ട്, അവരുടെ ദൈന്യത നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ വെക്കുകയാണോ അവരിപ്പോൾ? ഹാഷ്മി. ഉന്മേഷ്, ഉറപ്പായും അവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉണ്ടാവുന്നത് കൊടിയ നിരാശയുടെ പിന്തുടർച്ചയിലാണ്. ഉന്മേഷ്, നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ദുരന്തങ്ങളിലൊന്ന്, ലോകത്തിന് വല്ല മാതൃകയായ വലിയ പുനരധിവാസ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കും എന്ന് മന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ സത്യമാണെന്ന് അവർ വിശ്വസിച്ചു, നമ്മളും വിശ്വസിച്ചു. പക്ഷേ ദുരന്തത്തിന്റെ 4 മാസം പൂർത്തിയാകാതെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടവർ, അച്ഛനെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ദുരന്തത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ, മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന പകപ്പിൽ മുന്നിൽ ഒരു ഇരുൾ വഴിയിൽ അങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിലേറ്റവും ഒടുവിൽ അവർക്ക് ദീർഘനാളെ ആശങ്കകളുള്ളവർ നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ആശങ്ക ഇത്രത്തോളം കനത്താകാനുള്ള കാരണം ഉന്മേഷ് നേരത്തെ പറഞ്ഞ ആ ഗുണഭോക്താക്കളുടെ കരട് പട്ടിക തന്നെയാണ്. ആ കരട് പട്ടിക ഇത് ഇത്രനാൾ ദീർഘമായി പഠിച്ച് 4-ാം മാസം
പൂർത്തിയാകാൻ 5-ാം മാസം പൂർത്തിയാകാൻ പോകുമ്പോൾ പുറത്തു വരുന്ന കരട് പട്ടികയാണ്. ആ കരട് പട്ടിക അത്രത്തോളം സീരിയസ് പത്രികയാണ്. അതിന് കാരണം ഒരു മാനിഫെസ്റ്റോ ആണ്. കാര്യം അതിനെ അടിത്തറയാക്കി വേണം പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നതിൻ്റെ ആദ്യ ദിശാസൂചികയാകേണ്ട ഒന്നാണ്. അത്രമാത്രം ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതാണ് ഈ കുഞ്ഞുകളി എന്ന് പറയുന്ന മട്ടിൽ 1-2 ഇരട്ടിപ്പല്ല. 11-ാം വാർഡിൽ 190 പേരുടെ ഉൾപ്പെടുത്തിയതിൽ 70-ലധികം ഇരട്ടിപ്പെന്ന് പറയുമ്പോൾ എത്രത്തോളം ജാഗ്രതയില്ലാതെ എത്രത്തോളം നിസ്സാരമായി ആ പട്ടിയെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം മന്ത്രിമാർ പറയുന്നുണ്ട് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അത് 15 ദിവസം അത് പരാതി കേൾക്കാനുള്ള സംവിധാനമുണ്ട്, സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ആ പേപ്പർ തന്നെ അങ്ങനെ അടിമുടി അപാകത ഒരു അബദ്ധ പഞ്ചാംഗമായി അങ്ങേയറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ദുരന്തബാധിതർക്ക് മേൽ അടുത്തൊരിടുത്തി വീഴുന്ന മട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ പട്ടിക ഉണ്ടാക്കുന്ന നിരാശ ചെറുതയല്ല. അത് നമ്മളോട് ആവർത്തിച്ച് കാണുന്നവരൊക്കെയും പറയുന്നുണ്ടായിരുന്നു. അർഹതപ്പെട്ടവരൊന്നും ആ പട്ടികയിലില്ല. ഒരു വീട്ടിലെ തന്നെ 4 പേരുടെ പേരിലൊക്കെ ഒരാളുടെ പേരിൽ തന്നെ 3-4 വീടുകൾ ഒക്കെയുള്ള പട്ടിക നമ്മളെ കാണിച്ചു തന്നു അവർ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ തങ്ങളെ ഇത്രമേൽ നെഗ്ലക്റ്റ് ചെയ്യുന്നത് എന്നൊരു വേദന അവർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ മറുപടിയില്ലാത്തവരായി മാറുന്നു. ഉന്മേഷ്, ഇന്ന് വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് ആകാംക്ഷപൂർവ്വം പ്രതീക്ഷാപൂർവ്വം അവർ നോക്കുന്നുണ്ട്. കാര്യം അതിലൊരു പരിഹാരം സാധാരണത്തിൽ വെള്ളിയാഴ്ചയാണ് മന്ത്രിസഭാ യോഗം. ഇന്നലെ ഇപ്പോൾ ആ കരട് പട്ടികയിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയാകണം ആ മന്ത്രിസഭാ യോഗം. ഇവിടെ നമ്മൾ രാവിലെ മുതൽ പറയുന്ന ആ ദുരന്തബാധിതർ, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമേ ഇല്ല. ആ ദുരന്തബാധിതർ അവർ നേരിട്ട ദുരിതം പറയുന്നത് ഉറപ്പായും സർക്കാർ സംവിധാനങ്ങൾ കേട്ടിരിക്കണം. ആ ദുരന്തബാധിതരെ കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന തീരുമാനങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്കും അവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. ഉന്മേഷ്. ശരി ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ നൽകിയത്. കോടമഞ്ഞിറങ്ങുന്ന ഡിസംബറിൽ നക്ഷത്ര വിളക്കുകൾ മിന്നിത്തിളങ്ങുന്ന നാടായിരുന്നു മുണ്ടക്കൈ ചൂരൽമല. ഉരുൾപൊട്ടൽ ദുരന്തശേഷം നാട് വേദനയോടെ ഓർക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളുമുണ്ട് ഇപ്പോൾ അവിടുത്തെ ശ്മശാന ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞു സഹോദരങ്ങൾക്കായി മാതാപിതാക്കൾ ഒരുക്കിയ പുൽക്കൂടും നക്ഷത്രവുമെല്ലാം നോവേറ്റുന്ന കാഴ്ചയാണ്. മൂന്ന് കുഞ്ഞുങ്ങൾക്കായി പുത്തുമലയിൽ ഒരു പുൽക്കൂടുണ്ട്. അതിൽ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന സാന്താക്ലോസും നക്ഷത്രങ്ങളുമുണ്ട്. തൊട്ടടുത്ത് മഞ്ഞുവീണ മാർബിൾ ഫലകത്തിൽ അതിൽ നോക്കി പുഞ്ചിരിക്കുന്നു 3 കുഞ്ഞു മുഖങ്ങൾ. അനീഷിന്റെയും സയനയുടെയും പൊന്നുമക്കൾ. മുണ്ടക്കൈയെ ഉരുളെടുത്തപ്പോൾ 3 കുഞ്ഞുങ്ങളുടെയും പുഞ്ചിരി മാഞ്ഞു. കഴിഞ്ഞ ക്രിസ്മസിന് വീട്ടിൽ പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കിയതാണ്. അത് കത്തിപ്പോയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകിയ വാക്കാണ് അടുത്ത ക്രിസ്മസ് ആഘോഷിക്കാമെന്ന്. വീണ്ടും മഞ്ഞിറങ്ങി. ക്രിസ്മസ് എത്തി. നാടെങ്ങും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. കുഞ്ഞുങ്ങൾക്കായി എങ്ങനെ പുൽക്കൂടൊരുക്കാതിരിക്കും അനീഷും സൈനയും. അച്ഛൻ്റെയും അമ്മയുടെയും ആയുഷ്കാലത്തേക്കുള്ള വേദനയാണ് ഈ 3 കുഞ്ഞുമക്കളുടെ കുഴിമാടം. അവർ ബാക്കി വെച്ച സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് അവരുടെ യാത്ര. അതിൻ്റെ ഭാഗമായാണ് ഈ കുഞ്ഞു പുൽക്കൂടും അവിടെ ഇരിക്കുന്ന മിഠായികളുമൊക്കെ. പുത്തുമല ശ്മശാനത്തിൽ നിന്നും നിവേദിൻ്റെയും ധ്യാനിൻ്റെയും ഇഷാന്റെയും ഓർമ്മകൾക്കൊപ്പം ക്യാമറമാൻ സന്തോഷ് ശേഖർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24. ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ള 24-കാരൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുകയാണ്. ചൂരൽമല സ്വദേശി വിവേകാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണെങ്കിലും 70 ലക്ഷം രൂപ കണ്ടെത്തുകയെന്ന വലിയ കടമ്പയാണ് കുടുംബത്തിന് മുന്നിലുള്ളത്. എസ്റ്റേറ്റിലെ ദിവസജോലിക്കാരനായ പിതാവ് ബാലകൃഷ്ണന്റെ ചെറിയ വരുമാനത്തിൽ നിന്നാണ് വിവേക് പഠിച്ച് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. കുടുംബത്തിന് താങ്ങും തണലുമാകുമെന്ന് കരുതിയപ്പോഴാണ് വിവേകിന് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ജോലി കിട്ടി 10 ദിവസത്തിനകം തന്നെ വിവേക് ആശുപത്രിയിലായി. അന്നാണ് ആദ്യമായി രോഗം തിരിച്ചറിയുന്നത്. അതിനിടെയുണ്ടായ ഉരുൾപൊട്ടൽ വിവേകിനും കുടുംബത്തിനും സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമാക്കി. നിലവിൽ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് വിവേക് എന്ന 24-കാരന്റെ ജീവൻ നിലനിർത്താനുള്ള ഏക വഴി.
കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണ്. പക്ഷേ 70 ലക്ഷം രൂപ കണ്ടെത്തണം. നന്നായി സഹായിക്കണ്ട എല്ലാവരും, എത്രയും വേഗം കിട്ടണം. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കില്ല. എല്ലാവരും സഹകരിച്ച് വേഗം ചെയ്താൽ എത്രയും വേഗം ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെങ്കിലും വിവേകിന്റെ പേരിൽ ചികിത്സാ സഹായ സമിതിയുണ്ടാക്കി നാട്ടുകാരും പണം സ്വരൂപിക്കാനായി മുന്നിട്ടിറങ്ങി. ഇതുവരെ കിട്ടിയ തുകയെല്ലാം ചികിത്സാ ചിലവിനായി നൽകേണ്ടി വന്നു. ശസ്ത്രക്രിയയ്ക്കായി 70 ലക്ഷം രൂപയിലധികം ഇനിയും കണ്ടെത്തണം. സുമനസ്സുകളുടെ സഹായം വിവേകിനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വീടും നാടും ഒന്നാകെ. 24 കൊച്ചി. നാടിന് നാണക്കേടായി മാലിന്യം തള്ളൽ. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തൽ. മാലിന്യ നീക്കത്തിന് സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ RCC റദ്ദാക്കും. RCCയിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഒഴികെ ശേഖരിക്കുന്ന ഏജൻസിയാണ് സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്നാൽ ഇവർ തമിഴ്നാട്ടിലുള്ളവർക്ക് സബ് കരാർ കൊടുത്തിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുപത്രി അധികൃതർ അറിഞ്ഞത്. ഇതോടെയാണ് സനേജിന്റെ അധികൃതർക്ക് നോട്ടീസ് നൽകിയ ശേഷം ഇവരുമായുള്ള കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചത്. മാലിന്യങ്ങൾക്കിടയിൽ RCCയിലെ പേപ്പറുകളും കണ്ടെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും RCCയിലെത്തിയിരുന്നു. വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം RCCയിലെ മാലിന്യ സംസ്കരണ രീതിയും പുറത്തേക്ക് കൈമാറുന്ന രീതികളും മനസ്സിലാക്കിയാണ് മടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘമാണ് ഏജൻസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൈമാറിയത്. ഏജൻസിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ കേരളത്തിലാണെങ്കിലും മാലിന്യം ശേഖരിക്കാൻ തമിഴ്നാട്ടിലുള്ളവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ അവിടേക്കാണ് എത്തുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. തിരുനെൽവേലിയിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യുന്നത് വേഗത്തിലാക്കി കേരളം. ഹരിത ട്രിബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കം. പകുതിയിലധികം മാലിന്യം നീക്കം ചെയ്തെങ്കിലും ലോറികളുടെ എണ്ണക്കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട്. ரொம்ப சந்தோஷமா இருக்கு. இனிமேலும் இப்படி நான் இது இப்போ எடுத்துட்டு போறதுக்கு எல்லாரும் வந்திருக்காங்க, நிறைய பேர் வந்திருக்காங்க. 15 வண்டி வந்துருன்னு சொல்றாங்க. இது வந்து எங்களுக்கு ரொம்ப சந்தோஷம். இனிமே வந்து இந்த மாதிரி நீங்க நடக்காம பாத்துக்கிட்டீங்க, எனக்கு ரொம்ப சந்தோஷம். ഷഫീദ് റാവുത്തർ ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ സമയപരിധിക്കുള്ളിൽ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ ഷഫീദ്? ഉന്മേഷ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്നത്. കാരണം നാളെ രാവിലെ ഹരിത ട്രൈബ്യൂണൽ കേരളത്തിന് എന്ത് ചെയ്തു ഇക്കാര്യത്തിനുള്ള മറുപടി നൽകണം. അതിനു മുൻപ് പരമാവധി മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആ കൂമ്പാരങ്ങൾ പല ലോറികളായി കയറ്റി ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മടക്കിയിട്ടുണ്ട്. ചില ലോറികൾ ഇപ്പോൾ മാലിന്യം കയറ്റി കാത്തു നിൽക്കുന്നു. കൂടുതൽ ലോറികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തമിഴ്നാടിനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് ഈ വിഷയത്തിൽ കേരളത്തിനോട് അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ലോറികൾ ഉച്ചയ്ക്ക് ശേഷം നൽകാം. അതായത് 16 ടൺ ഉള്ള ശേഷിയുള്ള ലോറികൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടിവെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ മാലിന്യ നീക്കം ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള 70 അംഗ സംഘം ഇവിടേക്ക് എത്തി തിരുനെൽവേലി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ഉദ്യോഗസ്ഥരുമായ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നു. അങ്ങനെ ഒരേ സമയം 6 സ്ഥലത്ത് നിന്ന് മാലിന്യം നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുകയാണ്. കൊണ്ടാനഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. അതേതാണ്ട് പകുതിയിലധികം നീക്കം ചെയ്തു. പിന്നെ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഈ ജലാശയങ്ങളിലേക്കൊക്കെ മാലിന്യം ടൺ കണക്കിന് മാലിന്യം നിക്ഷേപിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് ജലാശയങ്ങളിൽ നിന്നൊക്കെ മാലിന്യം പൂർണ്ണമായും പുറത്തേക്കെടുത്ത് അത് ലോറികളിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റ് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന കാണാം. ഇനി തമിഴ്നാട് വിട്ടുകൊടുക്കുന്ന ലോറികൾ അത് കിട്ടിയ ശേഷം ഈ മാലിന്യങ്ങൾ കൂടി കയറ്റി കേരളത്തിലേക്ക് എത്തിക്കും. കേരളത്തിലേക്ക് എത്തിക്കുന്ന ഈ മാലിന്യങ്ങൾ അത് ക്ലീൻ കേരളയായിരിക്കും വേർതിരിച്ചെടുക്കുക. തുടർന്ന് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സ്കെയിലിന്റെ കീഴിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഈ ക്ലീൻ കേരളയും സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്നുണ്ടായ മറ്റൊരു അപ്ഡേഷൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഉന്മേഷ്. ശരി ഷഫീദ്, തിരുനെൽവേലിയിൽ നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.
പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ. പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഇവർ അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട്. 2 ദിവസം മുൻപാണ് സംഭവമുണ്ടായത്. നിഖിൽ പ്രമേഷ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. പാലക്കാട് നിന്ന് നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് എത്തി ക്രിസ്തുമസ് ആഘോഷം തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ വേഷം അണിഞ്ഞ് കരോൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത്. പ്രധാന അധ്യാപികയെയും മറ്റ് അധ്യാപകരെയും ഇവർ അസഭ്യം പറഞ്ഞു. സ്കൂളിൽ ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ അധിക്ഷേപം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ അറസ്റ്റിലായ ആളുകൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയുള്ള K. അനിൽകുമാർ, ബജ്രംഗ് ദൾ ജില്ലാ സംയോജകർ V. സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള K. വേലായുധൻ, അങ്ങനെ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞത്, ആക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഇവരെ അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മണ്ഡലപൂജയ്ക്ക് ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രാവിലെ 7 മണിയോടെ തുടങ്ങിയ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരാണ് നേതൃത്വം നൽകിയത്. രാവിലെ 5 മണിയോടെ തന്നെ തങ്ക അങ്കി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഭക്തർക്ക് ദർശനത്തിനായി വെച്ചു. ശേഷം 7 മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ മാറ്റി. എന്തായാലും വളരെ ഭംഗിയായി. എത്ര പേരെത്തിയാലും ഒരാൾ പോലും ഭഗവാനെ ദർശനം കിട്ടാതെ തിരിച്ചു പോകില്ല എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും വാഗ്ദാനം ഞങ്ങൾ പാലിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ വിജയമാണത്. ഇന്ന് വഴിനീള സ്വീകരണത്തിന് ശേഷം ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിക്കും. 25-ന് ഉച്ചയോടെ പമ്പയിലെത്തിച്ചേർന്ന തങ്കഅങ്കി ഘോഷയാത്രയെ ആചാരപ്പെരുമയോടെ സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും. ശേഷം അയ്യപ്പന് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. സഞ്ജയ് ഇക്ബാലിനോടൊപ്പം ശ്രീജിത്ത് ശ്രീകുമാർ, 24 പത്തനംതിട്ട. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വനാവകാശ നിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണും. സഭാ നേതാക്കൾ എതിർപ്പറിയിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങുന്നത്. വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ 24-നോടുള്ള പ്രതികരണം. കേരളത്തിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലധികം വന്യമൃഗങ്ങൾ കേരളത്തിലുള്ളതായിട്ടാണ് ഞാൻ ചില കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ഗൗരവമായിട്ടും പ്രായോഗിക ബുദ്ധിയോടുകൂടിയും ഗവൺമെൻറ്റുകൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുടെ പേര് പറഞ്ഞ് വന്യമൃഗ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ? രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്പ് അനുസരിച്ച് മാത്രം കൈപൊക്കി പാവപ്പെട്ട കർഷകരെ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കരുത് എന്നാണ് എനിക്ക്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബിയും, കേരള കോൺഗ്രസ് എപ്പോഴാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അവരുടെ നിലപാട് അറിയിക്കുക? ഇപ്പോൾ സഭയുടെ എതിർപ്പൊന്നുകൂടി ശക്തമാവുന്നുണ്ടല്ലോ ടോബി. ഉന്മേഷ്, തീർച്ചയായിട്ടും സഭയുടെ എതിർപ്പ് ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പാർട്ടിക്കുള്ളിലും ഇത് സംബന്ധിച്ചുള്ള വലിയ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഒരു പാർലമെന്ററി പാർട്ടി യോഗം കൂടി എത്രയും വേഗം ഇക്കാര്യത്തിൽ എതിർപ്പ്
സർക്കാരിനെ അറിയിക്കുക, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഈ വനനിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒരു എതിർപ്പ് അറിയിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ജോസ് കെ മാണി എത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിലും നേതാക്കൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട അതിർത്തിയുണ്ട്. ഇന്നലെ നമ്മളോട് തോമസ് തറയിൽ, അതായത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞ നിലപാട് വളരെയധികം ശ്രദ്ധേയമാണ്. അതായത് MLA-മാർ നിലപാട് അറിയിക്കണം, MLA-മാർ ഈ കരട് നിയമം വായിക്കണം, വ്യക്തമായി വായിച്ച് എതിർപ്പ് അറിയിക്കണം എന്ന് തന്നെയാണ് ഇന്നലെ തോമസ് തറയിൽ പറഞ്ഞത്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പ് അനുസരിക്കുന്നവർ മാത്രമായി ജനപ്രതിനിധികൾ മാറരുത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കണം, നിയമസഭയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ എതിർക്കണമെന്ന് സഭ തന്നെ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസ് എം അവരുടെ നിലപാട് സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ചെന്നൈയിൽ 1.5 വയസ്സുകാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കീഴ്പ്പാക്കം സ്വദേശി ദിവ്യയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ദിവ്യ കീഴ്പ്പാക്കം സ്വദേശിയാണ്. 6 വർഷം മുൻപാണ് പെരുങ്കളത്തൂർ സ്വദേശിയായ രാംകുമാറുമായി ദിവ്യ കല്യാണം കഴിക്കുന്നത്. ശേഷം ഇവർക്ക് 4.5 വയസ്സും 1.5 വയസ്സുമുള്ള 2 ആൺകുട്ടികളാണ് ഉള്ളത്. കഴിഞ്ഞ 6 മാസമായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബ പ്രശ്നം വഷളായതിനെ തുടർന്ന് ദിവ്യ കുറച്ചു നാളായി തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി ദിവ്യ വീട്ടിലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ദിവ്യ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസമായി ആരോടും മിണ്ടുകയില്ലായിരുന്നു. ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടുകാരൊന്നും ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിൽ 1.5 വയസ്സുകാരനായ മകൻ പുനീത് കുമാറിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം ദിവ്യയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതിൽ 4.5 വയസ്സുകാരൻ ലക്ഷ്മൺ കുമാറിനെയും കഴുത്തറുത്തിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും ഏതാണ്ട് വീടിൻ്റെ ശുചിമുറിയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത്. ഏറെ നേരം കതകിന് തട്ടി വിളിച്ചിട്ടും ആരും കതക് തുറക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളൊക്കെ കൂടി വീട് ചവിട്ടി പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് ഇത്തരത്തിലൊരു രംഗം കാണുന്നത്. പുനീത് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. ശേഷം ഈ 4.5 വയസ്സുകാരനായിട്ടുള്ള മകനും ദിവ്യയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ദിവ്യയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും ഈ കുടുംബ പ്രശ്നം 2 ദിവസം വലിയ വഷളായിരുന്നു. ഇതിൽ ദിവ്യയുടെ ഭർത്താവ് രാംകുമാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യയെ വിളിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്നതിനെയൊക്കെ സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ജീവനക്കാർക്കെതിരെ നടപടി തുടരുന്നു. പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് നോട്ടീസ് നൽകി. കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പൊതുഭരണ വകുപ്പിൽ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത 6 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. പാർട്ട് ടൈം സ്വിപ്പർമാരായ ഇവർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചത്. 18% പലിശ നിരക്കിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കണം. 22,600 മുതൽ 86,000 രൂപ വരെ തിരികെ അടയ്ക്കേണ്ടവരുണ്ട്. പണം തിരിച്ചുപിടിച്ച ശേഷം തുടർ നടപടി മതിയെന്നാണ് സർക്കാർ തീരുമാനം. പിരിച്ചുവിടാനുള്ള ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. 6 പേരും ക്ഷേമ പെൻഷൻ ബോധപൂർവം തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഇവർ ജോലി ലഭിച്ച ശേഷവും ഇക്കാര്യം മറച്ചുവെച്ച് ക്ഷേമ പെൻഷൻ വാങ്ങിപ്പോന്നിരുന്നു. പിരിച്ചുവിടൽ ശുപാർശ സർക്കാർ അംഗീകരിച്ചാൽ മറ്റു വകുപ്പുകളിലും ഇതേ നടപടി പിന്തുടരേണ്ടി വരും. 24 തിരുവനന്തപുരം. പുനെയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിയായ സൈനികനെ കാണാതായതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും സൈന്യവും. കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയും ബോക്സിംഗ് താരവുമായ കെ വിഷ്ണുവിനെയാണ് കാണാതായത്. അടുത്ത മാസം വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. പൂനെയിലെ ആർമി സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയ കെ വിഷ്ണുവിനെയാണ് കാണാതായത്. വിഷ്ണു ഈ മാസം 17-ന് കണ്ണൂരിൽ എത്തിയതായി വിവരം ലഭിച്ചെങ്കിലും അന്വേഷണത്തിൽ കണ്ണൂരിൽ എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. 6 ദിവസമായി വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് വിഷ്ണുവിനെ കാണാതായത്. സുരേഷ് ഗോപി മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് കുര്യൻ സാറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്കും MP-ക്കും കൊടുത്തു. എലത്തൂർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ തരത്തിൽ നിന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒന്നും വന്നിട്ടില്ല. വിഷ്ണുവിന്റെ ഫോൺ ലൊക്കേഷൻ പൂനെയിൽ തന്നെയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ATM-ൽ നിന്ന് 15,000 രൂപ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിനായി എലത്തൂർ സ്റ്റേഷനിലെ SI-യുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ഇന്ന് പൂനെയിലേക്ക് പുറപ്പെടും. സൈബർ സെൽ വിദഗ്ധരടങ്ങിയ സംഘമാണ് പൂനെയിലേക്ക് തിരിക്കുന്നത്. സൈന്യത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24.
കാസർഗോഡ് പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ MP ഷാദ് ഷെയ്ഖ് ഭീകര സംഘടന അൽ ഖയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗം. ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായ അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ സജീവ പ്രവർത്തകനാണ് ഷാദ് ഷെയ്ഖ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 2018 മുതൽ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഷാദ് ഷെയ്ഖിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ബുധനാഴ്ച കാസർഗോഡ് പടന്നക്കാട് നിന്ന് പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ MP ഷാദ് ഷെയ്ഖിനെ കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇയാൾ അൽ ഖയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമെന്ന് കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ സിലിഗുരി കോറിഡോറിലൂടെ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച പ്രത്യേക രാജ്യം രൂപീകരിക്കാനാണ് ഈ സംഘടന ശ്രമിച്ചതെന്നാണ് വിവരം. ബംഗ്ലാദേശ് സ്വദേശിയായ ഷാദ് ഷെയ്ഖ് അൻസാറുള്ള ബംഗ്ലാ ടീം കമാൻഡർ ഫർഹാൻ ഇസ്രാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലെത്തിയതെന്ന് അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അസം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘം 2018 കേരളത്തിലെത്തുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ കേന്ദ്രീകരിച്ചായിരുന്നു ഷാദ് ഷെയ്ഖിന്റെ നിലവിലെ പ്രവർത്തനം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഉദുമ ബ്രാഞ്ചിൽ 2018 മുതൽ ഇയാൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളും ഷാദ് ഷെയ്ഖിന് കേരളത്തിൽ നിന്ന് ലഭിച്ച സഹായങ്ങളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ്. അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന സംഘടനയിലെ കൂടുതൽ പേർ കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കാസർഗോഡ്. കുവൈറ്റിലെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണം കഴിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രവാസി തൊഴിലാളികളുടെ മനസ്സിൽ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 1500ഓളം ഇന്ത്യൻ പൗരന്മാരുള്ള കുവൈറ്റിലെ മിന അബ്ദുള്ളയിലെ ഗൾഫ് സ്പീക്ക് ലേബർ ക്യാമ്പിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ക്യാമ്പിലെ തൊഴിലാളികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പ്രവാസി തൊഴിലാളികളുടെ മനസ്സിൽ. ഇതാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബാഹിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കുവൈറ്റ് സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഊർജ്ജ സഹകരണം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കുവൈറ്റിൽ നടക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടെ പ്രധാനമന്ത്രി കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങും. 24 ഡൽഹി. ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ കുട്ടേട്ടൻ ഇന്നു മുതൽ തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റിവലിൽ പ്രേക്ഷകർക്ക് കുട്ടേട്ടനുമായി സംവദിക്കാം. ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന സംഗീത നിശ ഇന്നു വൈകിട്ട് അരങ്ങേറും. ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം ആഘോഷമാക്കാൻ ശാന്തിഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. കാണികളെ കയ്യിലെടുക്കാൻ ഫ്ലവേഴ്സിന്റെ സ്വന്തം കുട്ടേട്ടനും. എന്റെ കുഞ്ഞിനു വേണ്ടി ഞാനൊരു പാട്ട് പാടിത്തരാം. പൊന്നാമ്പിൽ പുഴയറുമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? എങ്ങനെയുണ്ട്? ഇനി മോളൊരു പാട്ട് പാടൂ. എന്നാൽ ആ സിനിമയുടെ ഫൈറ്റ് സീൻ കുട്ടേട്ടന് കാണാൻ ഭയങ്കര ആഗ്രഹം. ഒന്ന് കാണിക്കാമോ? കുട്ടേട്ടന്റെ പ്രദർശന ഉദ്ഘാടനം രാവിലെ നടന്നു. ഫെസ്റ്റിലെത്തുന്ന മുഴുവൻ കാണികൾക്കും കുട്ടേട്ടനുമായി സംവദിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ആരെയാണ് കാത്തിരുന്നതെന്ന് പറയാമോ? ക്രിസ്മസ് ആയതുകൊണ്ട് സാന്താക്ലോസിനെയാണ് കാത്തിരുന്നത്. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരൻ കുട്ടേട്ടൻ ഇന്ന് രാവിലെ മുതൽ തന്നെ ആശ്രമത്തിൻ്റെ ഫെസ്റ്റിൻ്റെ കവാടത്തിലോട്ട് ആയിരക്കണക്കിന് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് സ്റ്റീഫൻ ദേവസിയുടെ സംഗീത വിരുന്നാണ്. അവരുടെ ഫുൾ സെറ്റോട് കൂടിയ സംഗീത വിരുന്ന്. ഏതാണ്ട് 30ഓളം കലാകാരന്മാർ സ്റ്റീഫൻ ദേവസിക്കൊപ്പം ഇവിടെ അണിനിരക്കും. കാണികളെ കയ്യിലെടുക്കാൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശ അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് സർവമത സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കേക്ക് മിക്സിംഗും നടക്കും. ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. 24 തിരുവനന്തപുരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ പൂർത്തിയാകുന്നു.